Assalamualaikum. Welcome to my YouTube channel. അപ്പോൾ നമ്മൾ അതിരാവിലെ 4 മണിക്ക് 4 മണിയല്ല ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എന്തായാലും ഈ സമയത്ത് നമ്മൾ ട്രിപ്പ് തുടങ്ങുകയാണ്. ഊട്ടിക്കാണ് പോണത്. അപ്പോൾ ഊട്ടിക്ക് പോണപ്പോൾ ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അത് വലിയ സംഭവമൊന്നുമല്ല. എന്നാലും ഉപ്പയും ഉമ്മയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. ഇവിടെ ഇപ്പം എന്തിനാണ് നിർത്തിയതെന്ന് വെച്ചാൽ ചുരം കയറുന്നതിന് മുമ്പ് അത്യാവശ്യത്തിനുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നീ പറഞ്ഞ കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ വണ്ടിയിലിരുന്ന് ഫുൾ ക്യൂട്ട്നെസ്സും പോക്കിയാണ് കേട്ടോ. അത് എന്തൊക്കെ കാട്ടണമെന്ന് എനിക്കറിയില്ല. സാധനം അങ്ങനെ കാണിച്ചിട്ട് ഞാൻ അതേപോലെ കാട്ടും. സീറ്റ് ബെൽറ്റ് ഒന്നും എടുത്തോ കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, അതായത് രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി ഹോട്ടലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉടുപ്പി റെസ്റ്റോറൻറ്റ് പ്യൂർ വെജാണ്. ഇവിടെ ഞങ്ങളൊരു സ്ഥിരം സ്പോട്ടാട്ടോ. ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ തന്നെയാണ് ചായ കുടിക്കാറുള്ളത്. ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കേട്ട മ്യൂസിക് ഉണ്ടല്ലോ, അത് നമ്മൾ സ്വന്തം പ്രൊഡക്റ്റിൻ്റെ ആണ് കേട്ടോ, ഐമിൻ്റെ. ഓൾക്ക് മസാല ദോശ ആയി വരാനുള്ള ടൈമൊന്നും ഇല്ല തോന്നുന്നുണ്ട്. എവിടെ എൻ്റെ ഫുഡ് വെച്ചിട്ട് വരും കരച്ചിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഊട്ടി വയനാട് അങ്ങനെയുള്ള ബൈക്കൊക്കെ പോകുമ്പോൾ തേയിലത്തോട്ട് ആദ്യമായിട്ട് കാണണം. അത് കണ്ടാലേ മനസ്സിലൊരു സംതൃപ്തിയാവുള്ളൂ. അങ്ങനെ അത് കണ്ടു, സമാധാനമായി. പിന്നെ കുറേ ആൾക്കാരവിടെ വയലിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണ്ട കേട്ടോ. അതിന്റെ മേലോക്ക് അങ്ങോട്ട് നോക്കി. അതല്ല പ്രായ പറഞ്ഞു. ക്യാരറ്റൊക്കെ ഉണ്ടാക്കല് ഇതുണ്ടോ നോക്കി ഇരിക്കണ ചേല്. ഇതിക്ക് പതുക്കാൻ കൊണ്ടുവന്നാണ്. ഓളതെടുത്ത് പതുക്കണ്ടോ. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ഇവിടെയാണ് ഫ്ലവർ ഷോ ഉള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇപ്രാവശ്യം ഊട്ടിക്ക് ട്രിപ്പ് ആക്കാൻ തന്നെ കാരണം അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടല്ലോ, അത് കാണും ചെയ്യാം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ എളുപ്പമാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇത്ര തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ വന്നത്. എന്തായാലും ഫ്ലവർ ഷോ കാണാൻ എല്ലാവരും വരുമല്ലോ. ഇത്രയും കാലമായിട്ടും ഊട്ടിയിലേക്ക് കുറേ വന്നിട്ടുണ്ടെങ്കിലും ഫ്ലവർ ഷോ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അത് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 വണ്ടിക്കായിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ മറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ കയറുന്നുള്ളൂ. ഇവിടെ ഈ ഫ്ലവർ ഷോ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് 127ാമത്തെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസായിട്ട് 125 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അത്രയും പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലില്ല. എന്നാൽ പിന്നെ ഈ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് അത്ര പൈസ കൊടുത്ത് കയറിയിട്ട് കാണാൻ അവിടെ ഭയങ്കര സംഭവമായിട്ടുണ്ടെന്നൊന്നും തോന്നണില്ല കേട്ടോ.
ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. എന്നാലും എനിക്ക് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ഫ്ലവേഴ്സും പിന്നെ അതിൻ്റെ ഫ്ലവർ മാത്രമല്ല അതിൻ്റെ ചെടി അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പോയി ഒന്ന് കാണണമെങ്കിൽ അവിടുത്തെ തിരക്കൊണ്ടായിരുന്നു പറ്റണില്ല. ഈ കാണുന്നല്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ടൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അവിടെ പോയിട്ട് കുറേ ഫോട്ടോസ് എടുക്കുക, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അവരുണ്ടാക്കി വെച്ച രൂപങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നീട് ഓരോരുത്തർ എഫേർട്ടിന് ഇക്കാരം അവർ ചാർജ് ചെയ്യണമെന്നാണ് തോന്നുന്നത് കേട്ടോ. അതൊക്കെ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഫ്ലവർ കൊണ്ട് മാത്രമാണ് അത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. സ്പോഞ്ചുമ്പോൾ ഇങ്ങനെ കുത്തി വെച്ചേക്കാൻ തോന്നിട്ട് അതൊക്കെ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫോട്ടോ എടുക്കലായതുകൊണ്ട് എവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ. അതിന് ഞങ്ങളൊരു കുറവും വരുത്തിയിട്ടില്ല. അവിടെ നല്ല വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വെയിലൊക്കെ ഉണ്ട്, പക്ഷേ നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് വെയിലിൻ്റെ ഇത് നമുക്ക് അത്ര തോന്നണില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം അവിടെ ഒരു പുല്ലുണ്ടല്ലോ, അവിടെ മൈതാനം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം പന്തൊക്കെ കളിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് എല്ലാവരും പന്ത് വാങ്ങിയിട്ട് കളിക്കണ്ടേന്. അപ്പോൾ ഞങ്ങളും പിന്നെ കുറവൊന്നും വരുത്തിയില്ല, 2 പന്ത് തന്നെ വാങ്ങിച്ചിട്ട് തലങ്ങും വരും മടിയും. നമ്മളെ കൂടെ പിന്നെ പ്രൊഫഷണൽ പ്ലെയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുറേ നേരം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ഉപ്പാക്ക് തണുപ്പ് അങ്ങനെ പിടിക്കണില്ല എന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ എവിടെയും കയറിയിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. വണ്ടി കയറുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആയിക്കണം കേട്ടോ. അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ ആക്സിഡൻറ്റിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ ഏത് വണ്ടിയിലും നമുക്ക് പോയാൽ പോരെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഈ വണ്ടിയിലായിരുന്നു കേട്ടോ. തിരിച്ച് പോണ വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം വാങ്ങി കയ്യിൽ വെച്ചിന് ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ നമ്മളെ വണ്ടിക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മടങ്ങി പോവുകയാണ്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഊട്ടീൻ്റെ ഒരു വൈബ് കിട്ടിയത് കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. പുറത്താണെങ്കിൽ നല്ല മഞ്ഞ്, അടിപൊളിയായിട്ട് കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിട്ടൊന്നും ഇല്ലേനു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പോന്നപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തിലേനു കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉണർന്ന് നോക്കുമ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ